പെരുന്നാൾ വ്ളോഗ് ഇന്ന് ഞമ്മള് പൊളിക്കും. അജ്മാനിലെ പെരുന്നാൾ പിന്നെ ഇപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. പെരുന്നാളായിട്ട് ഉറക്കൊന്നുമില്ല കേട്ടോ. എല്ലാരും കുളി ഒരുക്കളൊക്കെ കഴിഞ്ഞു. ഇവിടെ 5:45 നിസ്കാരം വരുന്നത്. ഞാൻ ഇപ്പൊ കുളിച്ച് ഒരാളൂടെ ഉറങ്ങിയിട്ടില്ല. അതാ ഷിബിലൊക്കെ ഒരുങ്ങിക്കണം. ഇനി അടുത്തൊരാളും കൂടി ഉണ്ട്. ഓനും കൂടി ഇറങ്ങിയിട്ട് എല്ലാരും കൂടി പള്ളിയിൽ പോയിട്ടാ. അപ്പോഴാണ് ഞാൻ ഇൻട്രോ തന്നെ എടുക്കുന്നത്. പള്ളിയിൽ നിന്ന് വാങ്ങി കൊടുക്കുന്നതായിട്ടില്ല. പിന്നെ ആ ഡ്രസ്സൊക്കെ തിരുമ്പിട്ടുണ്ടായിരുന്നു. ഇവിടെ ട്രൗസർക്കാരൊക്കെ എടുത്തിട്ട ഡ്രസ്സൊക്കെ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഉള്ളത് റൂമിലാണ്. നമുക്ക് പള്ളിയിൽ പോകണം കേട്ടോ. എല്ലാരും പള്ളിയിൽ പോകാൻ റെഡി ആയിട്ട് നിക്കട്ടാ. ഇനി അവിടെ പോവാൻ നിസ്കരിക്കോ. ഇതിന്റെ ഒക്കെ അതൊന്നും നോക്കണം. എന്തിനാ എത്ര ധൃതി വെച്ച് ഓടണമെന്ന് അറിയോ? ഇപ്പൊ പോയാലാണ് നമുക്ക് നിസ്കരിക്കാനുള്ള സ്പേസ് ഇട്ടുള്ളൂ. അതുകൊണ്ടാണ് എല്ലാരും ഇങ്ങനെ ഓടുന്നത്. എല്ലാരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി നിക്കുന്നതാ. സൂപ്പർ. അവിടെ ഒരാളൊന്നും ഉണ്ടാകാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന പള്ളി കേട്ടോ. നമ്മൾ റൂമിന്റെ തൊട്ടപ്പുറത്ത് തന്നെ പള്ളിയൊക്കെ വരുന്നത്. ഇപ്പൊ തന്നെ ആൾക്കാര് ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടാ. നമുക്ക് സ്ഥലമൊന്നും കിട്ടില്ല. പോയി നോക്കാം. ഓരോരുത്തർ ഇങ്ങനെ ഉണ്ട്. റൂമിലുള്ളവരൊക്കെ പാഞ്ഞിക്കണ് ആദ്യം തന്നെ കേട്ടോ. ചെരുപ്പിന്റെ എണ്ണ കണ്ടാന്ന് മനസ്സിലാവും. അകത്തെ സ്ഥലമല്ല കേട്ടോ. ഇത്രയും ആൾക്കാരുണ്ട്. والصدق في طاعته قال سبحانه وإذا نفسك ولكن الله حفظ تضحيتها എന്തെന്നാണ് ഉറങ്ങുന്നടാ പള്ളി കിടന്നിട്ട്? ഓക്കെ, നല്ല ഉറക്കൊരാള്. അറിയുന്നില്ല. ഞാനും അറിയിട്ടൊന്നുമില്ല. നല്ല ഉറക്കോ യാ മോനെ. അങ്ങനെ പള്ളിയൊക്കെ കഴിഞ്ഞ് നമ്മള് റൂമിലോട്ട് വന്നിട്ടോ. എവിടെയെന്ന്? ഏത് പള്ളിയില്? യാരിത് പെരുന്നാൾ വന്നല്ലോ, പെരുന്നാൾ വന്നില്ലേ ഷെഫീഖ് നാഥനെ. ആയിട്ട് നല്ല അടിപൊളി പായസം, സേമിയം കുടിക്കാം, സന്തോഷിക്കാം. കാത്തിരുന്ന് ഫുഡ് വന്നു. ഫാസിലും കൂട്ടരും പോയിട്ട് എത്ര നേരായി? 1 മണിക്കൂറിന് മേലായിട്ട്. അതാ എല്ലാരും എത്തി. എന്റെ ഉപ്പും അനിയനൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ചടച്ചു പോയി. 1 മണിക്കൂറിന് മേലായി. എന്താ ചെയ്യും? ഒടുക്കത്തെ പേര് ഫുഡ് എത്തിയാണ് അവസാനം. എല്ലാരും നല്ല ഉറക്കണ്ടാ. ഇത് എത്തി കഴിഞ്ഞപ്പോ എല്ലാരും നീപ്പിക്കണം. ഗായ്സ് യാ ബീബി യാ ബീബി. ഫുഡ് എത്തി. ഷെഫീഖ ഫുഡ് എത്തിടാ. ഷെഫീഖ അതാ പെരുന്നാളായിട്ട് അടിപൊളി ഫുഡ് പൊട്ടിക്കുന്നു. കാത്തിരുന്നു വിരാമമായി. ഏതാ പൊട്ടിച്ചു? സാധനം പൊട്ടിച്ചു. ഇനിയാണ് അടുത്ത കഥ. ഫുഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടാ. ഇനിയാണ് തുടങ്ങി സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോകും. ഓ
എന്താ മീന മതിയാക്കിയാ എല്ല് മാത്രല്ലേ ഉള്ളൂ? ഡാഡിജി ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ നമ്മളെ റൂമിന്റെ പുറത്ത് ഒരാൾക്ക് വണ്ടി കേടായി. അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടി ഇതാ നിൽക്കുന്നു. വണ്ടി ഓണാവുന്നില്ല. അപ്പൊ നമ്മളെ വണ്ടിയിൽ നിന്ന് പവർ കയറ്റി അപ്പുറത്തേക്ക് പവർ കയറ്റിട്ട് വണ്ടി എങ്ങനെയാലും ഓണാക്കണം. ആ ഒരു സെറ്റപ്പിലിട്ടു. വണ്ടിയിട്ട് കണക്ട് ആവാനായിട്ട് വലിയൊരു വണ്ടി വന്നിട്ടോ. ആ വണ്ടിയുടെ പവർ ഈ വണ്ടിക്ക് പവർ കയറ്റി കഴിഞ്ഞാൽ വണ്ടി ഓണാവുന്നതാണ് ശാസ്ത്രജ്ഞന്മാർക്ക് അറിയുന്നത്. അപ്പം നമുക്കത് നോക്കാം. ഏതാ മൂടല്ലേ? പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. ഒരു ജാതി വെയിലട്ടോ. പുറത്തുനിന്ന് ഇങ്ങനെ കാഴ്ച കാണുന്ന പോലെ ഒന്നല്ല. പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ജാതി വെയിലാണ് ഫുള്ളും. പെരുന്നാളായിട്ട് ഇവിടെ നമ്മളെ എന്താ പറയുക സർക്കിളിലുള്ള ടീമിൻ്റെ ഒക്കെ അടുത്ത് കാണാൻ വേണ്ടി വന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ചട്ടി വെയിൽ എന്ന് പറയുമ്പോൾ ഒടുക്കത്തെ വെയിൽ. മുഖം കണ്ടില്ലേ? ഒരു ഫോട്ടോ പോലും ശരിക്കും എടുക്കാൻ പറ്റുന്നില്ല. പെരുന്നാൾ ദിവസം ഇതാട്ടോ കാണിക്കാൻ പറ്റിയില്ലായിരുന്നില്ല. ഒരു വൈറ്റ് ടീഷർട്ട് എടുത്ത് വേറെ ഒന്നും എടുത്തിട്ടില്ല. ആരും പുറത്തിറങ്ങില്ല. ഇപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ ഇറങ്ങുള്ളൂ. അങ്ങനത്തെ വെയിലാണ്. പിന്നെ ഒന്നും ചെയ്യാനും പറ്റില്ല. ഫുഡ് കഴിച്ച പിന്നെ ഉറക്കാണ് വരുന്നത്. കാറി പോകുമ്പോഴാണ് ഇതൊന്നും കാണാൻ പറ്റാത്തത്. അവന്റെ വണ്ടിയില്ലേ അതില് പോകുമ്പോ നോക്കിയൊക്കെ ആനപ്പുറത്ത് വെള്ളവണ്ടി പോകുമ്പോ നോക്കി ഇരുന്ന് കാണാൻ നല്ല രസമാണ്. എന്നോട് അവൻ പറഞ്ഞു ചെയ്തു ഈ കാറി വരുമ്പോ ഒന്നും ഇത് കാണില്ല. ഈ വണ്ടി വന്നാൽ കാണാൻ പറ്റുന്നത്. വെയിലുണ്ടോ? ഇമാതിരി വെയില്. അതോ സമയം ഇപ്പൊ ഏകദേശം 5:30 കഴിഞ്ഞിട്ടും സൂര്യൻ ഉദിച്ചു നിൽക്കുന്നോക്ക് അടിക്കണോക്ക് മുഖത്ത്. കാലാവസ്ഥയാണുള്ളത്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പുറത്തുനിന്ന് കാണുമ്പോ എന്ത് ഭംഗിയാ. പുറത്തുനിന്ന് കാണുമ്പോ നല്ല രസമുണ്ട്. ഇതൊക്കെ ഇറങ്ങുമ്പോഴാണ് ഒരു പൂക്കതൊക്കെ. ഇത് ഇന്റർനാഷണൽ സിറ്റി അല്ല, ഇത് ഗ്രീക്ക് ഇമാർ. ഗ്രീക്ക് എന്ന് പറയുമ്പോ ഒരു ഹൈടെക് സിറ്റി അല്ലേ? കൊറേ പ്രോജക്റ്റുകളും കിട്ടുന്നില്ലേ? നമ്മളിതാ ഗ്രീക്കിലെത്തിണ്ട്. വണ്ടി പാർക്ക് ചെയ്ത് ഒരു ഫോട്ടോക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഗ്രീക്കിൽ വന്നത്. കാരണം അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല. ഫുള്ള് വെയിലായിരുന്നു. അപ്പൊ ആ ഒരു കാലാവസ്ഥ ഒക്കെ മാറി കണ്ടു അങ്ങനെ യാത്ര ചെയ്ത് ദുബായ് ഗ്രീക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഹാർബർ ബീച്ച് ആ സൈഡിൽ ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇനി പോയിട്ട് നല്ല 2-3 ഫോട്ടോസ്, നല്ല ഫോട്ടോസ് എടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ്. അടിപൊളി. അടിപൊളിയില്ലേ? ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഒക്കെ പെരുന്നാളായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എല്ലാവരും. ഗൈസ്, ഗ്രീക്കിൽ വന്നു കഴിഞ്ഞാൽ ഈ ബോട്ട് സർവീസൊക്കെ മാക്സിമം മുതലെടുക്കും കേട്ടോ. അടിപൊളിയാണ്. മുതലെടുക്കും മീൻസ് അതിലൊക്കെ യാത്ര ചെയ്യും. ഒരുപാട് ആൾക്കാരുണ്ട്. പെരുന്നാളായിട്ട് വന്നതാണ് ഇതൊക്കെ. കൂടുതൽ ആൾക്കാരും ഫോട്ടോ എടുക്കുന്നത് പോലെ മുക്കിലായിട്ട്. നമുക്കൊരു ഗ്യാപ്പ് കിട്ടിയാൽ ഗ്യാപ്പിൽ കൂടെ എടുക്കേണ്ടത് നമ്മളൊക്കെ. ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അകത്ത് കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ അതിൻ്റെ അകത്ത് കൂടെ നടക്കുമ്പോൾ. നല്ല വൈബാണ്. കുറച്ച് നേരമായിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറേ പ്ലാൻ ചെയ്യുന്നത് നമ്മള്. മോനെ, സംഭവം അടിപൊളി ലൊക്കേഷനാണ്. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ തന്നെ അതിൽ പെടണമെങ്കിൽ നമ്മൾ തന്നെ ശ്രദ്ധിച്ചെടുത്താലേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ അതിൽ പെടും. അത്രയും ആളുകളുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാടുണ്ട്. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് പേര് വരും. അതുപോലെ തന്നെയാണ്
ശ്രദ്ധിക്കണം വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ. ഏതാ ഫ്രെയിമില്ലടാ, ഇതിൽ കാണുമ്പോൾ എന്ത് രസമല്ലേ. അപ്പം ഞാൻ നേരിട്ട് കാണുമ്പോഴുള്ള കാഴ്ച ഒന്നുകൂടി മനോഹരമായിരിക്കും അല്ലേ. ഏതല്ലേ പൂന്തോട്ടം കൊണ്ട് ഒരു ഉണ്ട ലഡു മുട്ടായി അടിപൊളി. എല്ലാ പൂക്കളും ഉണ്ടല്ലോ ഇമേ. ചെമ്പരത്തി, സൺഫ്ലവർ എല്ലാ അടിപൊളിയായിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. അടിപൊളി ഫ്രെയിം. വാ ഏകദേശം ഇരുട്ടാവാനായി. അപ്പോൾ കാണുന്ന കാഴ്ച ഇതൊക്കെ ഏതൊരു അടിപൊളി വ്യൂ. അതിൻ്റെ മേലൊക്കെ രാവിലെ ആകുമ്പോൾ കിട്ടുന്ന വ്യൂ വേറൊരു മൂടം കണ്ട അങ്ങോട്ടൊക്കെ അതിൻ്റെ മേലൊക്കെ കയറി അതിലും മനോഹരമായിരിക്കും. ഇത് രസമല്ലേ, അടിപൊളി. നോക്ക ബുർജ് ഖലീഫ കണ്ട്. ഫോട്ടോസ് കിട്ടുന്നുണ്ടോ മച്ച? ഇവിടെ പേടൊന്നുമില്ല. ഇവിടെ വന്നു. ഇതാണ് എൻഡ്. ഇതിന്റെ മേലെ കയറി ഒന്നുകൂടി രസമായിരിക്കും കേട്ടാ. റൗണ്ട് അബൌട്ട് പോലെയാണ്. എല്ലാം കാണാം, ഇതുപോലെ കാണാം. ഇതിന്റെ ടോപ്പ് എൻഡിലെത്തി. ഇവിടെ കയറി ഫുള്ള് ഇതിന്റെ മേലുള്ള ഫുൾ വ്യൂ കിട്ടും കേട്ടോ. ഫുൾ ഇമാർ ടവർ തന്നെയാണ്. ഫുൾ വ്യൂ കിട്ടും. ഏത് മൂഡ് നോക്കാം. ഇത് രസമാണല്ലോ. അപ്പൊ നമ്മൾ അവിടുന്നാണ് ഇങ്ങനെ കയറി വന്നിട്ട് ഇതിൻ്റെ മേലെ കയറിട്ടോ. നല്ല അടിപൊളി കാഴ്ച. ഓ മക്കളെ, നമ്മളിവിടെ നിന്ന് തിരിക്കുക കേട്ടോ. അടിപൊളി. ഇനിയിപ്പോൾ അടുത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോവുകയാണ്. ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അത്യാവശ്യം ഒരുപാട് സ്പോട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രസമാണ്. വന്നാൽ നിങ്ങൾക്ക് മുതലാവും. നട്ടുച്ചക്കൊന്ന് വരരുതിട്ട്. ഏകദേശം ഒരു 4 മണിക്ക് ശേഷം കൊണ്ടുപോയോ. 4 മണിക്ക് ശേഷം വന്നിങ്ങനെ കുറേ ഉണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഫോട്ടോ എടുക്കാൻ. പിന്നെ ബോട്ട് സർവീസൊക്കെ അവൈലബിൾ ആട്ടോ. ഷാർജ, അബുദാബി സ്ട്രൈറ്റ് കേട്ടോ. അങ്ങനെ നമ്മൾ അജ്മാലിന് തിരിച്ചിട്ടിട്ട് മലബാർ തട്ടുകട. ഇവിടെ ഫുഡ് കഴിക്കാം. ഏകദേശം സമയം 8 മണി കഴിഞ്ഞ്. ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാം. അടിപൊളി മീൻ. അതിനെ വറുത്ത് തിന്നാലോ. മീനെ വറുത്ത് തിന്നാലോ. ഇതാണ് മലബാർ തട്ടുകടയിലെ കിഴി പൊറോട്ട. അടിക്ക് നല്ല അടിക്ക്. ഒരു ചായ കൂടി കുടിച്ചിട്ട് അവസാനിപ്പിച്ചിട്ടാ. സംഭവം നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. അജ്മാലിൽ വന്നാൽ ഇവിടെ വന്ന ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. ഇനി നേരെ നമുക്ക് മടങ്ങാം. അങ്ങനെ കറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തിയിട്ടോ. എല്ലാവരും ഒരേ വഴിക്കായി. ഇതൊക്കെ ഇത് പെരുന്നാൾ ദിവസം വ്ളോഗ് കിട്ടും. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് നല്ല വീഡിയോസൊക്കെ ഇനിയും ചെയ്യും, ഇനിയും വരും. സൈനിങ് ഔട്ട് AZ വ്ളോഗ്.